ഇതാ പപ്പടക്കള്ളൻ അടുക്കളയിൽ നിന്ന് പപ്പടം മുടിച്ചോണ്ട് ഒന്ന് തിന്നുവാണ് ഗൈസ്. ഹലോ, വെൽക്കം ബാക്ക് ടു ഇഷ്യൂസ് ലൈം ലൈറ്റ്. അപ്പോൾ ഇന്നത്തെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇന്ന് എന്തിൻ്റെ വ്ളോഗാണെന്നുള്ളത്. അത് ഇന്ന് തിരുവോണമാണ്. ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് എന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങളുടെ കുറച്ച് തിരുവോണ വിശേഷങ്ങളുമായിട്ടാണ് വരുന്നത്. വേറെ വലുതായിട്ട് സ്പെഷ്യലായിട്ടൊന്നുമില്ല. രാവിലെ തന്നെ അത്തമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുഡിൻ്റെ പരിപാടികൾ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്കാണ് വന്ന് വീഡിയോ എടുക്കുന്നത്. ഞാൻ തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ സദ്യ ഉണ്ടാക്കണം. അപ്പോൾ എല്ലാ പേർക്കും സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും നന്മയുടെയും ഐശ്വര്യം നിറഞ്ഞ ഓണാശംസകൾ നേരുവാണ്. ഓണം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ മിക്കവാറും അപ്ലോഡ് ചെയ്യുന്നത്. എന്നാലും സാരമില്ല. അപ്പോൾ ഹാപ്പി ഓണം. ബാക്കി വിശേഷങ്ങൾ കാണാം. ഞങ്ങളുടെ കിച്ചൂട്ടൻ നാണ്ട മുണ്ടൊക്കെ കൊടുത്ത് നല്ല സെറ്റായിട്ട് ഇരിക്കുകയാണേ. ഒരു ഹായ് കൊടുത്തേ കിച്ചൂട്ടാ, ഒരു ഹായ് കൊടുത്തേ. ആൾക്ക് നല്ല തൊണ്ടവേദനയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെയൊക്കെ ഒട്ടും വയ്യായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ ഞാൻ ചൂടുവെള്ളമൊക്കെ കുടിക്കാൻ കൊടുത്തും ഒക്കെ തൊണ്ട ഒരുവിധം ഓക്കെ ആക്കിച്ചിട്ടുണ്ട്. മെഡിസിനൊക്കെ കൊടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറു ചൂടുവെള്ളത്തിൽ തലയൊന്ന് കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഓണമായിട്ട് കുളിപ്പിക്കുക. കഴിഞ്ഞ ഓണത്തിനും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. ഇവന് അന്ന് ഞങ്ങൾക്ക് ആദ്യത്തെ ഓണമായിരുന്നു. പാലുകാച്ച് കഴിഞ്ഞിട്ട് 5ൻ്റെ അന്നായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ ഓണമായിരുന്നത്. അപ്പം അന്ന് രാവിലെ നോക്കിയപ്പോൾ ആശാന് ഭയങ്കര പനി. പിന്നെ അന്ന് ഫുള്ള് ഹോസ്പിറ്റലിലായിരുന്നു. ഇങ്ങോട്ട് നോക്കിയേ, അത്ര മൂഡിലല്ല, വയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ടി വി ഇട്ട് കൊടുത്ത് അങ്ങനെ ഇരുത്തേക്കുവാണ്. അടുത്ത ആള് ഓണമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കയറിയേക്കുവാണ്. ഹാപ്പി ഓണം. ഏവർക്കും ഞങ്ങളുടെ കുടുംബത്തിന്റെ ഓണാശംസകൾ. എപ്പോഴും ഇത് ഉണ്ടാവൂല, വീഡിയോയിലൊക്കെ വരെ ഇച്ചിരി പാടാണ്. അപ്പോൾ ഇനി എനിക്ക് സദ്യയുടെ കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒന്ന് ഇതാവാനുണ്ട്. ചോറൊക്കെ ആക്കി വെച്ചു, സാമ്പാറായിട്ടുണ്ട്. എനിക്കിനി പരിപ്പ് കറി ഉണ്ടാക്കണം, പായസം ഉണ്ടാക്കണം, തോരനുണ്ടാക്കണം, അവിയലുണ്ടാക്കണം. ഇതൊക്കെ എനിക്കിനി ഉണ്ടാക്കാൻ എടുത്ത് വെച്ചേക്കുവാണ്. അപ്പം എന്തായാലും അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനിടയ്ക്കൂടെ വീഡിയോ എടുക്കൽ പാടായിരിക്കും, അതുകൊണ്ടാണ്. ഓക്കെ, ഫസ്റ്റ് റൂമിലോട്ട് പോയ നേരമാണ്. അതിനിടയ്ക്ക് വെച്ചിട്ട് അവന്താ ഇവിടെ മൊത്തം ഇനി ആക്കാൻ വേണ്ടിയാ.
വിശേഷം. ചേട്ടൻ കഴിച്ച് വരാത്ത വേറൊന്നും കൊണ്ടല്ല, പുള്ളി നൈറ്റ് കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ എന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് നേരം രാവിലെ നിൽക്കേണ്ടി വന്നു. കാര്യം ഇന്നലെ ഇവന് നല്ല തൊണ്ടവേദനയൊക്കെ ആയതുകൊണ്ട് രാത്രി എനിക്ക് ഒരു കാര്യങ്ങൾ ചെയ്തു വെക്കാനായിട്ട് പറ്റിയില്ല. ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഇപ്പോൾ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ പൂ കട്ട് ചെയ്ത് വയ്ക്കുക, അതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ഇന്ന് രാവിലെയാണ് ചെയ്തത്. അപ്പോൾ അവ ഉറങ്ങിയപ്പോൾ തന്നെ ഏതാണ്ട് ഒരു 1:30 കഴിഞ്ഞു. ഉറങ്ങുമ്പോഴൊക്കെ അവന് നമ്മുടെ ഈ ഇങ്ങനെ ഉണ്ണീര് ഇറക്കില്ലേ, അപ്പോഴ് അവന് ഭയങ്കര തൊണ്ടവേദന. അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവൻ ഉണരുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ അവനും കൂടെ വയ്യായ്ക വന്നപ്പോഴത്തേക്കും എനിക്ക് പിന്നെ അങ്ങ് ഒന്നും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ആയിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോൾ ഇത്രയെങ്കിലും എണീച്ചിരിക്കാൻ പറ്റുന്നത് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കഴിഞ്ഞ ഓണത്തിനെ അവന് എന്ത് പറയാൻ, ഒരിറ്റ് വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയെന്ന് പറയൂലേ, അങ്ങനെയായിരുന്നു കഴിഞ്ഞ തിരുവോണത്തിന് എൻ്റെ കിച്ചുവിൻ്റെ അവസ്ഥ. ഇപ്രാവശ്യം അങ്ങനെ ആവരുതെന്ന് ഭയങ്കര ഇതുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, ഇന്നലെ രാവിലെ ആയപ്പോഴത്തേക്ക്, പക്ഷെ ഒരു രീതിയിലൊക്കെ പുറത്തുനിന്ന് വെള്ളം കുടിക്കുക ഒന്നും ചെയ്തിട്ടല്ല, കാലാവസ്ഥയുടെ കൊണ്ടായിരിക്കാം. അങ്ങനെ അവന് പെട്ടെന്നാണ് വയ്യായ്കയായത്. ഇന്നലെ രാവിലെ ആയപ്പോഴത്തേക്കും തൊണ്ടവേദന തുടങ്ങി. പിന്നെ ഞാൻ മെഡിസിനൊക്കെ കൊടുത്ത് ആണ് ഇപ്പം ഈ ഒരു പരുവത്തിൽ ഇരുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ആൾ കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവായിട്ട് നിൽക്കേണ്ടതാണ്, പക്ഷെ വയ്യാത്തതുകൊണ്ടാവും. അപ്പോൾ എന്തായാലും അവന് ഞങ്ങൾ ഫുഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഫുഡ് കഴിക്കും. ഹസ്ബൻഡ് ഉറങ്ങുവാണ്, ഉറങ്ങിയിട്ട് എഴുന്നേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം എൻ്റെ വീട്ടിലോട്ട് പോവും. പിന്നെ നാളെ അവിടെയാണ് ഓണാഘോഷമില്ല, ഊണ് അത്രേ ഉള്ളൂ. ഇന്നലെ ഭയങ്കര അത്ര വിഷമത്തിലായിരുന്നു കിച്ചുവിൻ്റെ ഈ ഒരു. ഇപ്പം അവ ഇങ്ങനെയെങ്കിലും ഇരിക്കുന്നത് എനിക്ക് സന്തോഷമാണ്. അവ ഇങ്ങനെ അല്ല, കുറച്ചുകൂടെ ഒന്ന് എനർജി ആയിട്ട് കളിച്ചും ചിരിച്ചൊക്കെ നിൽക്കേണ്ട കൊച്ചാണ്. ഒരു വയ്യാത്തതുകൊണ്ടാണ് അവ ഇങ്ങനെ ഒന്ന് ഒതുങ്ങിപ്പോയത്. പക്ഷേ കഴിഞ്ഞ ഓണത്തത് ഇതിനേക്കാളും ശോചനീയ അവസ്ഥയായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ടല്ലോ. ഫുഡ് കഴിക്കുകയെങ്കിലും ചെയ്തല്ലോ, എനിക്ക് അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ഇനി നാളെ എൻ്റെ വീട്ടിൽ, അതായത് അവിട്ടത്തിൻ്റെ, ഞാൻ ഈ വീഡിയോ എന്നാണ് പോസ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. കാര്യം സമയവും സന്ദർഭവും ഒക്കെ കിട്ടാൻ ഒരിച്ചിരി പാടായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ. പിന്നെ എനിക്ക് വേണമെങ്കിൽ വെറുതെ ഇങ്ങനെ ഡബ്ബിങ് വീഡിയോസ് മാത്രം, ഷോർട്ട് വീഡിയോസ് മാത്രം ഇട്ട് വേണമെങ്കിൽ പോകാം. പക്ഷേ ഞാനത് ചെയ്യാത്തത് എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ വെറുതെ ഒരു വീഡിയോ അങ്ങ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ എന്ത് വീഡിയോ ആണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ടൈപ്പ് വീഡിയോസ് ഇത്തിരി കാലതാമസം പിടിച്ചിരുന്നാലും അങ്ങനത്തെ ചെയ്യണതല്ലേ നല്ലതെന്നുള്ളതാണ് എൻ്റെ മൈൻഡിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, എൻ്റെ പാട്ടിൻ്റെ വീഡിയോസ്, പിന്നെ എൻ്റെ ഫോണിൻ്റെ കണ്ടീഷൻ അങ്ങനെ ആയതുകൊണ്ടും കൂടിയാണ് മെയിൻ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കെങ്കിലും ഞാൻ വീഡിയോസ് ഇട്ടേനെ. എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ ഷോർട്ട് വീഡിയോ പോലും ഇട്ടിട്ട് ഒരാഴ്ചയാവുന്നെന്ന് തോന്നുന്നു. പക്ഷേ ചാനലിൻ്റെ റീച്ച് എന്നതിനുപരി ഞാൻ എങ്ങനെയാണോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഏത് ടൈപ്പിലുള്ള വീഡിയോസാണോ ഇടാൻ ആഗ്രഹിച്ചിരുന്നത് ആ ഒരു ടൈപ്പിലുള്ള വീഡിയോസ് ഇടാനുള്ള ഒരു എന്താ പറയുക സാഹചര്യം എന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഫോണിൻ്റെ കേസാണ്. ഇതിനിപ്പോൾ വേറെ ഞങ്ങൾക്ക് മാറി വാങ്ങണം. അപ്പം അപ്പോഴും കുറച്ചും കൂടെയൊക്കെ ബെറ്ററാവും. എൻ്റെ ആ ഒരു വീഡിയോസ് ഇടുന്നതിലൊക്കെ ഇത്രയും ലാഗ് വരത്തില്ല. എനിക്ക് കൂടുതലും താല്പര്യം എൻ്റെ വെറുതെ ഇങ്ങനെ ഡബ്ബിങ് വീഡിയോസ് ഇടാതെ, ഞാൻ ഡബ്ബിങ് വീഡിയോസ് ഇടാറുണ്ട്, പക്ഷേ കാണുന്നത് എല്ലാം അങ്ങനെ ഇടാറില്ല. പക്ഷേ എനിക്ക് ഇടണമെന്ന് തോന്നണത് ചിലത് നമുക്ക് കാണുമ്പോൾ ഇത് കൊള്ളാം, ഇതിടാം എന്ന് തോന്നൂലേ, ഇത് ചെയ്ത് നോക്കാം എന്ന് തോന്നില്ല. അങ്ങനെ ചെയ്യുന്നത് മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഡബ്ബിങ് വീഡിയോസ്. വെറുതെ ഇങ്ങനെ ഡബ്ബിങ് വീഡിയോസ് മാത്രം ഇട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എന്തോ ഒരു ഇതുപോലെ തോന്നി. അങ്ങനെ വേണ്ട, അതിനല്ലല്ലോ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഞാൻ മെയിനായിട്ടും എൻ്റെ ഈ വീട്ടിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ ഒരു ഫാമിലിക്കകത്തുള്ള മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ഇടാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പം അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പം വെറുതെ ഒരു വീഡിയോ ഇടുക എന്നുള്ള രീതിയിൽ അങ്ങ് പോകുന്നതിനേക്കാളും അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പം അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ ഫോണിൻ്റെ കണ്ടീഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഞാൻ വ്ളോഗൊക്കെ എടുക്കുന്നത് ഹസ്ബൻഡിൻ്റെ ഫോണിലായിരുന്നു. ഒരു പക്ഷേ ഇന്ന് പുള്ളിക്കാരെ ഇവിടെ ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ വ്ളോഗ് എടുക്കാനും പറ്റിയെന്ന് വരില്ലായിരുന്നു. ഞാൻ എന്തെങ്കിലും ഒരു ഷോർട്ട് വീഡിയോയിൽ ഒതുക്കിയേനെ. അത് എൻ്റെ ഫോണിൽ അങ്ങനെ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ഈ തവണത്തെ ഓണം കഴിഞ്ഞു. ഞാൻ എന്തായാലും ഈ വീഡിയോ ഇടുമ്പോൾ ഓണത്തിൻ്റെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. കാര്യം ഇനിയിപ്പോൾ
ഡ്യൂട്ടിക്ക് പോണ ആൾക്ക്. അപ്പം എൻ്റെ കയ്യിൽ ഈ ഫോൺ കാണത്തില്ല, ഹസ്ബൻഡ് കൊണ്ടുപോകും. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ പാടാണ്. എനിക്ക് പിന്നെ നാളെ നാളെ ഇനിയിപ്പോൾ എൻ്റെ വീട്ടിലാണ്, പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. ഞങ്ങൾ ഓണം കഴിഞ്ഞിട്ടായിരുന്നു വെച്ചാൽ യാത്ര, അത് ഇവന് വയ്യാതിരിക്കുവാണ് ഇപ്പോൾ. പിന്നെ ഈ എന്താ പറയുക, സിറ്റിയിലുള്ള ഈ ഓണത്തിൻ്റെ തിരക്കൊക്കെ ഒന്ന് മാറിയിട്ട് പോവാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോഴേ കൊല്ലത്തോട്ട് പോവാത്തത്. അവിടെയും ഒരു ദിവസം ഓണത്തിനായിട്ട് പോകണം, ഓണം കൂടാൻ വേണ്ടിയിട്ടായിട്ട് പോകണം, അതും പ്ലാനിങ്ങിലുണ്ട്. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.